അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായിട്ടുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ബഹുമാന്യനായ കെ പി അബ്ദുറഹ്മാൻ സുല്ലമി ഇവിടെ സംസാരിക്കാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയമുള്ള ആദർശ ബന്ധുക്കളെ, കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവ എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ ആദർശ പ്രസ്ഥാനം, എന്താണ് അതിൻ്റെ വ്യതിരക്തത? ഇവിടെ വിസ്ഡമുണ്ട്, CD ടവറുണ്ട്, സക്കരിയാക്കളുണ്ട്, സുബൈർ മങ്കടയുടെ ആളുകളുണ്ട്, വേറെയും ഗൾഫ് സലഫിസത്തിൻ്റെയൊക്കെ ആളുകളുണ്ട്. എന്തുകൊണ്ട് കുറേ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട്, കുറേ ഭാരങ്ങൾ പേറിക്കൊണ്ട് നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നു? എന്താണ് നമ്മുടെ സവിശേഷത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള ഓരോ സഹോദരിമാരും സഹോദരങ്ങളും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമുക്ക് പറയാനുള്ള കാര്യം, ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിൽ, ഇസ്ലാഹി ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത, കലർപ്പില്ലാത്ത തൗഹീദിന്റെ വക്താക്കളാണ് എന്നുള്ളതാണ്. ഒരു സംശയവും ആ കാര്യത്തിൽ നമുക്ക് വേണ്ടതില്ല. ഇവിടെ ഓരോ വിഭാഗത്തിന് വന്നിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ആദർശപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കേരള നദവത്തുൽ മുജാഹിദീൻ മർക്കസുദ് ദഅവയെ സംബന്ധിച്ചിടത്തോളം 921 കാലഘട്ടം മുതൽ ഇവിടെ മുജാഹിദുകൾ പ്രവർത്തിച്ചു പോന്ന് പ്രചരിപ്പിച്ചു വന്നിട്ടുള്ള, പ്രബോധനം ചെയ്തു വന്നിട്ടുള്ള അതേ തൗഹീദ് തന്നെയാണ്, അതേ ആദർശം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ അടുത്ത കാലത്താണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ വേണ്ട ഓരോ നേതാക്കന്മാരെ ഷെയ്ഖുമാരായി, അങ്ങനെ മുരീദന്മാരും ഷെയ്ഖും, അങ്ങനെ ഒരു കുറേ ത്വരീഖത്തുകൾ വേണ്ടതില്ല, ഒറ്റ ഇമാമ് മതി, ഇടയാളന്മാർ വേണ്ട, നേരിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ രൂപേണ ഗ്രൂപ്പിസത്തിനെതിരെ പറയുകയാണ്. പക്ഷേ അത് ഇവിടുത്തെ EK സമസ്തക്കാർ, കാന്തപുരം സമസ്തക്കാർ ഒക്കെ വിഷയമാക്കി. EK സമസ്തക്കാർ നമുക്കറിയാം, അവരൊരു പോസ്റ്റർ തന്നെ അടിച്ചിറക്കി. എന്താ ആ പോസ്റ്ററിനകത്ത്? ഇസ്ലാമിൽ ഇടയാളന്മാരാകാം എന്നുള്ളതാണ്. ഇസ്ലാമിൽ ഇടയാളന്മാരാകാം എന്ന് പറഞ്ഞിട്ടതിന് ഒരു ഹദീസും ഒരു ആയത്തും തെളിവായിട്ട് പറഞ്ഞു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചുരുക്കി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടം റസൂലാണ് അതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. പ്രവാചകന്റെ കാലശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, പ്രവാചകന്റെ പിതൃ സഹോദരൻ, അദ്ദേഹത്തോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂല് മദീന പള്ളിയുടെ മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ ഒരു ഗ്രാമീണവാസിയായ അറബി വന്നിട്ട്, പ്രവാചകരെ, സമ്പത്തൊക്കെ നശിച്ചു,
ജീവജാലങ്ങളൊക്കെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ റസൂലുള്ള മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ വർഷിച്ചു, മഴ സമൃദ്ധമായി പെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെ മഴ വർദ്ധിച്ച് പ്രശ്നമായി എന്നുള്ളതാണ്. അങ്ങനെ മഴ നിൽക്കാൻ വേണ്ടി വീണ്ടും അതേ മനുഷ്യൻ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിലൊക്കെയുള്ള പാഠം എന്താ? ഒരു സമൂഹത്തിലുള്ള ഈമാനും തഖ്വയുമുള്ള ഒരാളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാം എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെയും ആ വ്യക്തിയുടെയും ഇടയിൽ ഈ മഹാൻ ഒരു ഇടയാളനാക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിക്കുന്നില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മമ്പുറം തങ്ങളെയോ ബദരീങ്ങളെയോ ഓച്ചിറ ഉപ്പാപ്പയെയോ അതുപോലെയുള്ള ഒരുപാട് ഔലിയാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു തെളിവല്ലാതെ ഇപ്പം നമ്മുടെ ഈ ഇവിടെ നിന്നൊക്കെ ഹജ്ജിനോ ഉംറക്കൊക്കെ പോകാറുണ്ട് ആളുകൾ. അപ്പം അവരോട് പറയാൻ, നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുക. സഫയുടെ മറുവയുടെ അതുപോലെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അർഫയിൽ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുവോ, ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ അത് ഇസ്ലാം അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു തെളിവ് പിടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ സമസ്തക്കാര് തവസ്സുൽ ഇസ്ലാമിൽ ഇടയാളന്മാരാകാം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയത്. കാന്തപുരം സമസ്ത എന്താ പറഞ്ഞത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു, ഈ ഇടയാളന്മാരെ വേണ്ടതില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ 20 ആയത്തുകൾക്കെതിരാകുന്നു എന്നുള്ളതാണ്. 20ഓളം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് എതിരാണ് ആ പ്രസ്താവന എന്നുള്ളതാണ്. അതായത് ഇടയാളന്മാരെ സ്വീകരിക്കണം, എന്നാലേ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആയി മാറുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് ആയത്തുകളാണ് ഈ രണ്ട് സമസ്തക്കാരും അതിനുവേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തത്. നമുക്കറിയാം, സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നുള്ള ആയത്ത് പോലും പോസ്റ്ററിൽ കൊടുക്കുകയുണ്ടായി, ഈ മുസ്ലിയാക്കന്മാർ ഓതുകയുണ്ടായി. ആ ആയത്തെന്ന് പറയുന്നത് സത്യത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? മുനാഫിക്കുകളായിട്ടുള്ള ചില ആളുകൾ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വിധി തീർപ്പിന് വേണ്ടിയിട്ട് നബിയുടെ അടുക്കലാണ് ഷഹാദത്ത് ചൊല്ലിയിട്ടുള്ള ആളുകൾ വരേണ്ടത് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ. പക്ഷേ അവർ പ്രവാചകനെ ഉപേക്ഷിച്ചുകൊണ്ട് ജൂതന്മാരായിട്ടുള്ള പ്രമാണിമാരെ സമീപിച്ചു. അത് അല്ലാഹുവിന്റെ റസൂലിന് വിഷമമുണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ആ പ്രവാചകനെതിരെ അവർ ചെയ്തിട്ടുള്ള ഒരു അപമാനം, പ്രവാചകനെ നിന്ദിച്ച ആ സംഭവം, അതിൽ അവർ ദുഃഖം പ്രകടിപ്പിക്കുകയും പ്രവാചകന്റെ അടുക്കൽ വരികയും എന്നിട്ട് അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അതോടൊപ്പം റസൂലുള്ള അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലെ പല തഫ്സീറുകളിലും ഒരു കള്ളക്കഥയുണ്ട്. എന്താണ് ആ കള്ളക്കഥ? അതായത് ഉത്ബി എന്ന് പറയുന്ന ഒരാൾ പ്രവാചകന്റെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. അപ്പോഴതാ ഒരു അഅറാബി ഖബറിന്റെ അടുക്കൽ വരികയാണ്. അങ്ങനെ ആ മനുഷ്യൻ പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ സമിഅതുല്ലാഹ യഖൂൽ വലൗ അന്നഹും യളമു അൻഫുസഹും, അല്ലാഹ് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഏതായത്ത്? സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ആ ആയത്ത് ഓതിയിട്ട് പറയാൻ, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി എന്ന് പറയാൻ. ആരോടാ പറയുന്നത്? എന്നോ മരണപ്പെട്ടു പോയി കബറടക്കം ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, കബറിൽ കിടക്കുന്ന നബിയോട് പറയുകയാണ്, നബിയെ, അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി കൂടിയാണ്. എനിക്ക് എൻ്റെ റബ്ബിന് വേണ്ടി, എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് അങ്ങ് ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് തിരിച്ചുപോയി. അവിടെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുന്ന ഉത്ബി എന്ന് പറയുന്ന മനുഷ്യന് സ്വപ്ന ദർശനം ഉണ്ടായി എന്നാണ്. എന്താ സ്വപ്ന ദർശനം? ഈ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന കേട്ടിട്ട്, പ്രവാചകനോടുള്ള സംഭാഷണം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കണം എന്നുമാണ് ഉത്ബി എന്ന് പറയുന്ന ഖബറിന്റെ അടുക്കലിരിക്കുന്ന
ആ വ്യക്തി സ്വപ്നം കണ്ടത് എന്നുള്ളതാണ്. ഇത് ചില തഫ്സീറുകളിലുണ്ട്. തഫ്സീറുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിൽ അറബിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ദീനിന്റെ പ്രമാണങ്ങളല്ല. ഖുർആൻ, വിശുദ്ധ ഖുർആൻ, അതുപോലെ സ്വഹീഹായ തിരുസുന്നത്ത്, അതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. അപ്പോ തഫ്സീറുകളിൽ പല സംഭവങ്ങളും കഥകളുമുണ്ട്. ഈ കഥ എന്ന് പറയുന്നതാണ് പലപ്പോഴും ഇവർ തെളിവായിട്ട് പറയുന്നത്. എന്നാൽ സുയാനത്തുൽ ഇൻസാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ കഥ കൊടുത്തിട്ട് പറയാൻ, ഹാദാ ഖബറുൻ മുൻകറുൻ മൗളൂൻ, ഇത് വെറുക്കപ്പെട്ട, നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളക്കഥയാകുന്നു എന്നാണ് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആളുകളെ, മുസ്ലിം സമൂഹത്തെ ഷിർക്കിന്റെ വഴിയിലേക്ക് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറില് ആ ആളുകള്, മുനാഫിക്കുകളായിട്ടുള്ള ആളുകള്, ഷഹാദത്ത് ചൊല്ലിയിട്ടുള്ള ആളുകൾ, എന്നാൽ കപടത മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആളുകൾ, അവര് താഗൂത്തിന്റെ അടുത്ത്, അഥവാ ജൂത പ്രമാണിമാരുടെ അടുക്കല് വിധി തേടിക്കൊണ്ട് പോയ സംഭവങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് വിവരിക്കുന്നുണ്ട്, വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ മരണപ്പെട്ടു പോയ നബിയെ വിളിച്ച് തേടാനുള്ള തെളിവല്ല എന്ന് വ്യക്തമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ. ഇപ്പോ സമസ്തക്കാരെന്താ പറയാറുള്ളത്? ഞങ്ങൾ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ സഹായം തേടുകയാണെന്ന് പറയാറുള്ളത്. അങ്ങനെയാണ് പ്രാർത്ഥന, ദുആ എന്നൊക്കെ പറയുമ്പോൾ ചില സമസ്തക്കാർക്ക് ഒരു പേടി. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് എന്നാണ് ചില സമസ്തക്കാർ പറയാറുള്ളത്. എന്നാൽ കാന്തപുരം വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ശിഥില തന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ എന്നാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു ചോദ്യം, ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ആണെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനിൽ നിന്നോ തിരുസുന്നത്തിൽ നിന്നോ തെളിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് ഉത്തരം, അങ്ങനെ പ്രാർത്ഥിക്കൽ സഹായം തേടണമെന്നല്ല, പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. തെളിവ് അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട്, ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന എന്ന് പറയുന്ന ആ ആയത്തും കൊടുത്തിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന, സുന്നത്ത് ജമാഅത്ത് എന്ന് എപ്പോഴും പെരുമ്പറയടിക്കുന്ന ആ വിഭാഗം ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളോട്, അത് ബദരീങ്ങളാകട്ടെ മമ്പുറന്തങ്ങളാകട്ടെ, അവരോട് പ്രാർത്ഥിക്കാമെന്ന് പച്ച മലയാളത്തിൽ പുസ്തകം എഴുതിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഓർക്കണം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ചില ആളുകളുടെ മനസ്സിലൊക്കെ എന്താ അറിയോ, അവരുടെ ആ വേഷഭൂഷാദികളൊക്കെ കണ്ടിട്ട് അവർ തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, ശരിയുടെ പാത അവരുടേതാണ് എന്നുള്ള ഒരു ചിന്തയിലെ ആളുകൾക്കുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കലുമല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുന്നത്, ശരിയായ അർത്ഥത്തിൽ അത് കേരള നദവത്തുൽ മുജാഹിദീൻ മർകസു ദഅവയാണ്. അപ്പൊ ഞാൻ ആ സംഭവം പറയാം. എന്താണ് ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു? എന്താ അതിന്റെ അർത്ഥം? വലിയ എന്ന് പറയുന്ന അർത്ഥം, വലിയ, ഇപ്പൊ നിക്കാഹിന്, കല്യാണത്തിന് വലിയ വേണമെന്ന് പറയും. പെൺകുട്ടിയുടെ രക്ഷാകർതൃത്വമുള്ള ആള്, പിതാവോ സഹോദരനോ ഒക്കെ ആയിട്ടുള്ള, അത് വലിയ. അവിടെ എന്താണ്? രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. വലിയ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. മറ്റൊരു അർത്ഥമാണ് എന്ത്? ഇപ്പൊ ഈമാനും തഖ്വയും ഒക്കെ ഉള്ള, അങ്ങനെ നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് പറയും? വലിയ, ഔലിയ എന്നൊക്കെ പറയും. വലിയ എന്നുള്ളതിന്റെ ബഹുവചനാണ് ഔലിയ. വേറെയും അർത്ഥമുണ്ട്. അങ്ങനെ മൂന്നാമതൊരു അർത്ഥമാണ് ഇവിടെ പ്രയോഗിച്ചുള്ളത്. എന്താ അറിയോ? അത് ഖുർആനിൽ വേറെയും ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മിത്രം എന്നാണ്. അതായത് അങ്ങേയറ്റത്തെ സ്നേഹബന്ധം പുലർത്തുന്നവർ എന്നർത്ഥം. വലിയ, ഔലിയ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ കാണാം, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ബഅ്ളുഹും ഔലിയാഉ ബഅ്ൾ, പരസ്പരം അന്യോന്യം ആത്മമിത്രങ്ങളാകുന്നു എന്ന്. അപ്പോ ഇവിടെ എന്താ? ഇന്നമാ വലിയുകുമുല്ലാഹു,
തീർച്ചയായും നിങ്ങളുടെ മിത്രം എന്ന് പറയുന്നത് അല്ലാഹുവാകുന്നു, വറസൂലുഹു അവന്റെ തിരുദൂതരാകുന്നു, വല്ലദീന ആമനു വിശ്വസിച്ചിട്ടുള്ള ആളുകളുമാകുന്നു എന്നുള്ളതാണ്. ഒരായത്ത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? അതിൻ്റെ മുകളിൽ എന്ത് പറഞ്ഞു, അതിൻ്റെ ശേഷം എന്ത് പറഞ്ഞു, അതിൻ്റെ സബബുൻ നുസൂൽ അവതരണ പശ്ചാത്തലം എന്ത്, അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകൾ എന്ത്, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ്. അപ്പൊ ഈ ആയത്തിന്റെ തഫ്സീർ എന്ന് പറയുന്നത്, ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ ശരിക്ക് കേൾക്കുക, ഹിജ്റ 510 വഫാത്തായിട്ടുള്ള ഇമാം ബഗവിയുടെ മആലിമുത് തൻസീൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് ജൂതനായിരുന്നു, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ പറഞ്ഞു, ബന്ധുക്കൾ പറഞ്ഞു, നീ പുതിയൊരു മതം സ്വീകരിച്ചല്ലോ, അതുകൊണ്ട് ഇനിയൊരു ബന്ധവും നിന്നോടില്ല, നിന്റെ കൂടെ വേദി പങ്കിടാൻ ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഒരു കണക്ഷനും വേണ്ട എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വരികയാണ്, എന്നിട്ട് പരാതി പറയാൻ. അതാണ് കേട്ടോളൂ, അബ്ദുല്ലാഹ് ഇബ്നു സലാം ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലേ, ഇന്ന ഖൗമനാ ഖുറൈള, തീർച്ചയായും ഞങ്ങളുടെ ജനതയായിട്ടുള്ള ഖുറൈള, ബനു ഖുറൈള ഉണ്ടല്ലോ, വൻ നളീർ, അതുപോലെ ബനു നളീർ, ആ ജൂത സമൂഹങ്ങള് ഖദ് ഹജറൂന, തീർച്ചയായും ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു, വഫാറഖൂന, ഞങ്ങളോട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു, വഅഖ്സമു, അവർ സത്യം ചെയ്തിരിക്കുന്നു, അല്ലാ യുജാലിസൂന, ഞങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ബന്ധം വിച്ഛേദിച്ചു, കൂടെ ഇരിക്കാൻ പോലും അവർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ, അതായത് നിങ്ങളോടുള്ള ഒരു സ്നേഹബന്ധമില്ല എന്ന് പറഞ്ഞ ആ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫനസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതീർണമാകുന്നത്. ഏതായത്ത്? ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങുന്നത്. അതായത് ഈ ജൂത സമൂഹം ഉണ്ടല്ലോ, വർഗീയത വെച്ചു പുലർത്തുന്ന ഈ ജൂത സമൂഹം, അവരെല്ലാം നിങ്ങളുടെ ഔലിയാക്കൾ, നിങ്ങളുടെ മിത്രങ്ങൾ. നിങ്ങളുടെ മിത്രങ്ങൾ ആരാ? അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, ഈമാൻ നെഞ്ചേറ്റിയിട്ടുള്ള സത്യവിശ്വാസികളാണ്. മനസ്സിലായോ? ഇതാണ് അതിന്റെ അവതരണ പശ്ചാത്തലം. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫഖാല യാ റസൂലല്ലാഹ് റളീനാ ബില്ലാഹി വബിറസൂലിഹി വബിൽമുഅ്മിനീന ഔലിയാ, മിത്രങ്ങളായിട്ട് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ ഇത് ഓതി കേൾപ്പിച്ചു കൊടുത്തു, അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അവരെന്ത് മനസ്സിലാക്കി? ഞങ്ങളുടെ മിത്രങ്ങള്, ഞങ്ങളോടുള്ള സ്നേഹബന്ധം ഈ ഖുറൈളക്കാരും നളീറുകാരും ഒക്കെ ഒഴിവാക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങളുടെ മിത്രങ്ങളായിതാ അള്ളണ്ട്, അള്ളാഹിന്റെ റസൂലുണ്ട്, സത്യവിശ്വാസികളുണ്ട്. ഇതാണ്. അപ്പൊ സത്യം ഇതാണ്. ഇവര് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഈ സമസ്തക്കാര് എന്തെല്ലാം കാര്യങ്ങളാണ്. അവരുടെ കഥ പറയേണ്ടതില്ല, നമുക്കറിയാലോ. പിന്നെ ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനെന്ന് ചോദിച്ചാൽ അവര് പറയും അല്ലാഹുവാണ് എന്ന്. സമസ്തക്കാരോട് ചോദിച്ചാലോ അവര് CM മടവൂരാണെന്ന് പറയും. എന്തെല്ലാം! അതായത് മക്കത്തെ മുശ്രിക്കുകളെക്കാൾ ശിർക്കൻ വിശ്വാസം പേറി നടക്കുകയാണ് ഈ ആളുകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ പറയല്ല, ആക്ഷേപങ്ങളല്ല, വളരെ സത്യമായിട്ടുള്ള അവരുടെ പ്രസംഗം കേട്ടു നോക്കണം. ഒരു ഇസ്ലാമിന്റെ ABCD പഠിച്ചിട്ടുള്ള, ബാലപാഠം പഠിച്ചിട്ടുള്ള ആളുകള് അവര് പറയുന്നത് ശിർക്കൻ വാദങ്ങളാണ് എന്ന് ഒരു സംശയമില്ലാതെ പറയും. അതങ്ങനെ പ്രിയമുള്ളവരെ, ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ ഏറ്റവും അധികം പ്രചരിപ്പിച്ചു വന്നെന്താ? തൗഹീദാണ്. ആ തൗഹീദ് തന്നെയാണ് ഇനിയും നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പറയാനുള്ളത്. എന്തെല്ലാം സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാലുണ്ടല്ലോ, 1-2 ദിവസം, പണ്ടൊക്കെ പിന്നെ 3 കണ്ണൂക്ക്, പിന്നെ 7 ഒരു അടിയന്തരം. ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ 40 ദിവസം തുടർച്ചയായിട്ട് മൗലൂദ, 40 ദിവസം മൗലൂദാണ്. ഈ മൗലൂദ് എന്ന് പറയുന്നത് എന്താ? അത് വെറും സലാത്താണോ? സലാത്തല്ലേ, അള്ളാന്റെ റസൂലിന്റെ മദ്ഹല്ലേന്നാ.
അല്ല, അത് മാത്രമല്ല, അത് പച്ച ശിർക്കാൻ. സുബ്ഹാനല്ലദീ അത്ല ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയ്യുൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയുടെ ഒളിവ് പടച്ച റബ്ബ് മഹാപരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് പറയാണ്, മഹാനായ ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്. ആരോട്? നബിയോട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആരാ ഈ നൂഹ് നബിയൊക്കെ? വദ്, സുവാ, യഊസ്, യഊഖ്, നസർ പോലെയുള്ള മഹാത്മാക്കളെ ആരാധിച്ചു വന്ന സമൂഹം, അവരെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ലോകത്ത് ഒന്നാമത്തെ റസൂൽ, ആ റസൂല് തന്നെ ഇസ്തിഗാസ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മങ്കൂസ് മൗലൂദിനകത്തുള്ളത്. അതുപോലെ ഒരു വീട്, ഒരു കുടിയിരിക്കല്, ഹൗസ് വാമിങ്, അവിടെ എന്താ നടക്കുന്നത്? രാവിലെ കുതുബിയത്ത്, അല്ലെങ്കിൽ രാവിലെ മങ്കൂസ് മൗലൂദ്, വൈകുന്നേരം കുതുബിയത്ത്. ഇതാണ്. എന്താണ് അതിലൊക്കെ? ഷിർക്കാൻ. മുഹിയുദ്ദീൻ ഷെയ്ഖിനോടുള്ള പ്രാർത്ഥനയാണല്ലോ. എന്താണ് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട്? അതേ ജീലാനി ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എത്രയോ എല്ലാ അധിക മഹല്ലുകളിലും അത് ആചരിച്ചു വരികയാണ്. എന്നാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ അദ്ദേഹം എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹം പഠിപ്പിച്ചത്, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നൽകുന്ന വസിയ്യത്തുണ്ട്. അതിലൊക്കെ പറയുന്നത് അത്തൗഹീദ് എന്നുള്ളതാണ്. ഹിജ്റ 561 മരണപ്പെട്ടിട്ടുള്ള അദ്ദേഹം വഖാല ഷെയ്ഖ് അൽ ആരിഫ് അബ്ദുൽ ഖാദിർ ജീലാനി ലിവലദിഹി ഇൻദ മറദി മൗതിഹി, അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ അതിന് തൊട്ടു മുമ്പ് തന്റെ മകന് നൽകുന്ന ഉപദേശം എന്താ? ലാ തഖഫ് അഹദാ, നീ ഒരാളെയും ഭയപ്പെടരുത്. ഒരാളെയും ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക രോഗി വന്ന് ആക്രമിക്കൂല എന്നല്ല, അല്ലെങ്കിൽ ഒരു ചെന്നായ വന്ന് കടിക്കൂല എന്നല്ല, ഒരു സർപ്പം കൊത്തൂല എന്നുള്ളതല്ല. മറിച്ച് അതുവഴി പോയാൽ ആ ആലിന്റെ മുകളിൽ ഒരു പിശാചുണ്ട്, ശൈത്താനുണ്ട്, അല്ലെങ്കിൽ ആ ഖബർസ്ഥാനിൽ റൂഹാനുണ്ട്, അതിനെ നീ ഭയപ്പെടണം. അങ്ങനെ നീ ഭയപ്പെടരുത് എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ ആളുകൾക്ക് എവിടെയും എങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ഭയ. അവിടെ അതുണ്ടാവും, ഇവിടെ ഈ ശക്തി ഉണ്ടാവും, അവിടെ ആ മൂർത്തി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ഭയപ്പെടരുത് എന്നുള്ളതാണ്. വലാ തർജഹ്, ഒരാളോടും യാചിക്കരുത് എന്നുള്ളതാണ്. അഭൗതികമായ മാർഗത്തിലുള്ള സഹായതട്ടത്തിനായിട്ട് അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയോടും യാചിക്കരുത്. വഔകിലിൽ ഹവായിജ കുല്ലഹാ ഇലല്ലാഹ്, എല്ലാ ഹാജത്തുകളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വത്റുബ്ഹാ മിൻഹു, അള്ളാഹുവിനോട് നീ അവ തേടുക എന്നാണ്. വലാ തസിഖു ബിഅഹദിൻ സിവല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയോടും നീ അവര് സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം അർപ്പിച്ചുകൊള്ളരുത് എന്നാണ്. വലാ തഅതമിദ് ഇല്ലാ അലൈഹി സുബ്ഹാന, പരിശുദ്ധനായ റബ്ബിന്റെ മേലല്ലാതെ നീ അവലംബിക്കരുത് എന്നാണ്. അത്തൗഹീദ് 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 എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി എന്ന് പറയുന്ന കിതാബിന്റെ 373-ാമത്തെ പേജിലാണ് ഈ കാര്യമുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ചുരുക്കുകയാണ്. പക്ഷേ നമ്മുടെ ആളുകൾ ഇപ്പോഴും ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇതുണ്ടല്ലോ മാല, മുഹിയുദ്ദീൻ മാല, ഇപ്പൊ +2 അത് പഠിപ്പിക്കുന്നുണ്ട്. +2 അത് ഒരു പാഠ്യ വിഷയമാണ്. ഈ എന്താ അതിന് പറയാ, മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത്. കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. അതൊക്കെ ഒരു ഹിന്ദു സ്ത്രീ, ഒരു ടീച്ചർ, അധ്യാപികയാണ്, +2 ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അവരിത് പാടിയിട്ടാണ് വിശദീകരിക്കുന്നത്. കാന്തപുരം സമസ്തക്ക് അതുപോലെ മറ്റുള്ള സമസ്തക്കൊക്കെ ഭരണത്തിലുള്ള പിടിപാട് ഉപയോഗിച്ചുകൊണ്ട് പാഠ്യ പദ്ധതിയിൽ പോലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും ശിർക്കൻ സംഗതികളുമൊക്കെ അടിച്ചു കയറ്റിയിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതിനൊക്കെതിരെ നമ്മളെ ശബ്ദം ഉയരണം. നമ്മൾ തിരിച്ചറിയണം ഈ ലോകത്ത് എത്രമാത്രം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ശിർക്കിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുഃഖ സത്യം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ പോട്ടെ എന്നല്ല, ഇതൊക്കെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. എന്നാൽ ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടല്ലോ,
എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഇത്രമാത്രം വിവാഹം ബഹിഷ്കരിക്കപ്പെട്ടു, ഒരാൾ മരണപ്പെട്ടാൽ കബറടക്കൂല എന്ന് പിന്നെ അവർ ഭീഷണിപ്പെടുത്തി, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതൊക്കെ അതിജീവിച്ചിങ്ങനെ വന്നത്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം. അങ്ങനെ ശരിയായിട്ടുള്ള ഖുർആൻ പഠിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരാദർശ ജീവിതം നയിക്കണം, സ്വർഗം നേടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ. എന്നാൽ ആ തൗഹീദ് പ്രചരിപ്പിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ ചില ആളുകൾ തന്നെ ഇന്ന് എന്ത് പറയുന്നു? ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് പറയുന്നു. ജിന്നിനെ വിളിച്ച് സഹായം തേടാം എന്ന് അവർ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ അവരുടെ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ അത് പരസ്യമായിട്ട് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ വിഷയത്തിൽ ചില ക്ലിപ്പുകൾ തന്നെയുണ്ട്. ആ ക്ലിപ്പുകളിൽ അവർ പറയുന്നത് പിന്നെ വഴിയറിയാതെ അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആളുകൾ അവർ ജിന്നുകൾ സഹായിക്കും എന്ന് നനച്ചുകൊണ്ട്, എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജിന്നെ കാക്കണേ എന്ന് പറയാം എന്നുള്ള വാദമുള്ള ആളുകളാണ്. അത് ശിർക്കല്ല എന്നുള്ളതാണ്. ഇപ്പോ ഇവരുടെ നേതാവാണ് ഫൈസൽ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ വാക്കത്തോട് എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. എന്താ ഇദ്ദേഹം പറഞ്ഞറിയെങ്കിൽ, അതായത് ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് പറയുന്നത് ശിർക്കല്ല എന്നുള്ളതാണ്. ഇങ്ങനെ എത്ര ക്ലിപ്പാണുള്ളത്? ഇവരുടെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായിട്ടുള്ള മൗലവിമാരുടെ ക്ലിപ്പുകളുണ്ട്, അവരെഴുതിയതുണ്ട്. ഇവർ പരസ്യമായിട്ട് ഇപ്പോൾ ചിലപ്പോഴൊന്നും പറയാറില്ല എങ്കിൽ പോലും ഇവരുടെ കുറേ രഹസ്യ സംഭവങ്ങളുണ്ട്. കുറച്ചുണ്ട്. അപ്പോൾ ഇവരുടെ രഹസ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ, ക്ലാസ്സുകൾ, അതിനൊക്കെ അകത്തൊക്കെ ഇത് പറയുന്നുണ്ട്. ഒരായത്തോതിയിട്ട് ഇവർ പറയുന്നുണ്ട് ഹയ്യും ഖാദിറും ഹാലിറുമായിട്ടുള്ള ജിന്നിനോട് തേടാം. കാരണം അള്ളാഹ് പറയുന്നത് പിന്നെ മരണപ്പെട്ടവരോട് തേടുന്നതാണ് ശിർക്ക് എന്നാണ് പറയുന്നത്. ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ക്ലിപ്പ് സുബ്ഹാനല്ലാഹ്, അംവാതൻ ഗൈറ അഹ്യാ എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ ഒരു പരാമർശമുണ്ട് സൂറത്തു അൻ-നഹ്ലിലെ. ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അവിടെ എന്താണ്? അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടവരോടാണ്. അപ്പോൾ ജീവനുള്ളവരോട് തേടാം, അത് ശിർക്കല്ല എന്നാണ് അവരുടെ വാദം. അതാണ് ഹയ്യും, ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള, ഖാദിറായ അവരുടെ കഴിവിൽപ്പെട്ട കാര്യം, മുസ്ലിമായ അങ്ങനെയുള്ള ജിന്നിനോട് തേടാം എന്നാണ് ഇവർ സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ക്ലിപ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതാരാ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എല്ലാ മുക്കുമൂലകളിലും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച്, ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ട് തൗഹീദ് പ്രചരിപ്പിച്ച് വന്ന മുജാഹിദ് പ്രസ്ഥാനത്തില് ഒരു വിഭാഗം പറയാണ്. എന്താ പറയുന്നത്? യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണേ എന്ന് വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാള് ജിന്ന് എന്നെ കാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട്, എനിക്ക് വഴി കാണിച്ചു തരണം എന്നുദ്ദേശിച്ചുകൊണ്ട് വിളിച്ചു തേടിയാൽ, സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, എത്രമാത്രം അബദ്ധാണ്. ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന അർത്ഥമുള്ള ഒരു ആയത്തുണ്ടല്ലോ ഖുർആനില്. ആ ആയത്താർക്കാ പറയാൻ പറ്റിയ പറയും? വെരി ഗുഡ്, വളരെ സന്തോഷം. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നാഥാ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇത് ഫാത്തിഹയിലുണ്ട്. എന്നിട്ട് ഇവർ പറയാണ്, എന്താ പറയുന്നത്? ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഞങ്ങൾ ഹയ്യായ അഥവാ ജീവനുള്ള, ഖാദിറായ അഥവാ കഴിവുള്ള, മുസ്ലിമായ അഥവാ കാഫിറല്ലാത്ത ജിന്നിനോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അങ്ങനെ തേടിയാൽ ശിർക്കല്ലാന്നാ.
സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരുടെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഇവരുടെ ഒരു വഴികേട് എത്രമാത്രം അബദ്ധമാണത്. ഇവരുടെ ഒരു മുസ്ലിയാർ അത് പിന്നെ അങ്ങനെ ദുർവ്യാഖ്യാനിക്കുകയാണ്, അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം. ഉണ്ടാകും, ആയത്തുകളുടെ ഖുർആൻ ഉണ്ടാകും. അത് ആ തത്വങ്ങളിലൂടെയാണ് പണ്ഡിതന്മാർ പിന്നെ തിരഞ്ഞെടുക്കുന്നത്. കേൾക്കണില്ലേ? മരിച്ചുപോയ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ അമ്വാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു? അവരാരാണ്? അമ്വാത്തുൻ ഗൈറു അഹ്യാ, മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. അപ്പൊ പണ്ഡിതന്മാർ എന്ത് മനസ്സിലാക്കി? മരിച്ചവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക്, ജീവനുള്ളവരോട് ചോദിച്ചാലോ പ്രാർത്ഥന ആവൂല. കാരണം ജീവനുള്ളവരോട് ചോദിക്കുമ്പോൾ, ജീവനുള്ളവരോട് തേടിയാൽ ചോദിച്ചാൽ അത് ശിർക്കല്ല. എത്ര അബദ്ധാണത്. മാതാ അമൃതാനന്ദമായി ജീവിച്ചിരിക്കുന്നുണ്ട്. ആ അമ്മയോട് പോയിട്ട് സുജൂദ് ചെയ്യുക, നീണ്ടുള്ള സാഷ്ടാംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതെന്താണ്? ഒരു പ്രാർത്ഥനയാണ്, തേട്ടാണ്, അത് ശിർക്കല്ല എന്നാണ് ഇവർ പറയുന്നത്. എത്ര അബദ്ധാണ് ഈ മുസ്ലിയാർ പറയുന്നത്. മൗലവിയാണ് പിന്നെ അബ്ദുൽ ഹക്ക്, അങ്ങ് ആ ഭാഗത്തുള്ള പട്ടാമ്പി ആമയൂർ ഭാഗത്തുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇവിടെ ഹിന്ദു സമൂഹം ഒരു പിന്നെ ജീവനുള്ള പശുവിൻ്റെ കഴുത്തിൽ കുറേ മാലയ്ക്ക് പിന്നെ അണിഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ തൊഴുകാണങ്ങനെ ആരാധനാഭാവത്തോടു കൂടെ. അത് ശിർക്കല്ല എന്ന് പറയാൻ പറ്റുമോ? ഇവരുടെ വാദപ്രകാരം എന്താ വരുന്നത്? അപ്പോൾ കുറേ അബദ്ധങ്ങൾ. എന്നിട്ട് ഇവരാണ് മുജാഹിദുകളെ സംബന്ധിച്ച് ഇവർ പിന്നെ അകലാനികളാകുന്നു, ഇവർ ഹദീസ് നിഷേധികളാകുന്നു, ഇവർ ചേകന്നൂരികളാകുന്നു, ഇവർ ജാമിദയുടെ അനുയായികളാകുന്നു എന്നൊക്കെ പറയുന്നു. നഊദുബില്ല. എന്നിട്ട് ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരണപ്പെട്ടു പോയ അബ്ദുസ്സലാം സുല്ലമി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലും ഇപ്പോഴും അവർ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ മാംസം ഇപ്പോഴും കൊത്തിവലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പറയാൻ ഇതേ ഉള്ളൂ, ജിന്നിനോടുള്ള തേട്ടം അത് ഷിർക്കാണോ ഷിർക്കല്ലയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയാ? പച്ച ഷിർക്കാണെന്ന് പറയണം, ഒരു സംശയമില്ല കാര്യത്തില്ലേ. ജിന്നെ കാക്കണേ എന്ന് വിളിക്കുന്നതും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. മലക്കേ രക്ഷിക്കണേ എന്ന് പറയുന്നതും അതുപോലെ കാടാമ്പുഴ അമ്മേ രക്ഷിക്കണേ എന്ന് പറയുന്നതും രണ്ടും തുല്യമാകുന്നു. ആരോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ? അള്ളാഹുവിനോട് മാത്രം. അതാണല്ലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. സൂറത്തുൽ ജിന്നിൽ ഒരു ആയത്തുണ്ട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ പറയുക പ്രവാചകരെ, ഇന്നമാ അദ്ഉ റബ്ബി. ഇന്നമാ വെച്ചാൽ എന്താ അർത്ഥം? QLS പോകുന്ന ആളുകളാണല്ലോ, തീർച്ചയായും മാത്രമാണെന്ന. അപ്പൊ ഇന്നമാ അദ്ഉ റബ്ബി, പറയുക ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. അത് മാത്രം മതി ശരിക്ക്. പക്ഷേ വീണ്ടും ഉറപ്പിച്ച് പറയാനത് വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കില്ല എന്ന്. അങ്ങനെ അള്ള പഠിപ്പിച്ചിട്ട് ഇവരെന്താണ്, ഈ മൗലവി എന്താ ചെയ്തത് അറിയങ്ങള്? സൂറത്തുൻ നഹ്ലിലെ ആ ആയത്ത് അംവാതൻ ഗൈറു അഹ്യാ എന്നുള്ള ആയത്തൊക്കെ ഉദ്ധരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഹയ്യായ ഖാദിറായ ജിന്നിനോട് തേടാന്ന് പറയാ. നഊദു ബില്ലാ. അങ്ങനെ എത്ര നിങ്ങൾ നോക്കൂ, ഒരുപാട് ആയത്തുകൾ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം അതിന്റെ 56-ാമത്തെ ആയത്ത്, ഖുലിദു അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുരി അൻകും വലാ തഹ്വീലാ എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി, ഇമാം തുബരി അവരൊക്കെ എഴുതി, ആ മക്കത്തെ മുശ്രിക്കുകൾ കാനൂ യഅബ്ദൂന നഫറൻ മിനൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട ആളുകളെ ആരാധിക്കുന്നവരായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ. ആ അവസ്ഥയിലേക്കാണ് ഇവരെത്തിയിട്ടുള്ളത്. ആ ഒരു ജിന്നിനോട് സഹായം തേടാം എന്ന് പച്ചയായി പൊതു സ്റ്റേജിൽ പറയണവര്. അപ്പോൾ ഇത് വല്ലാതെ നമ്മുടെ ആളുകൾ പറഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മർക്കസ് ദഅവ വിഭാഗം പറഞ്ഞപ്പോൾ ഒരു മൗലവി എന്ന് പറഞ്ഞു, പച്ചക്കള്ളം പറയാണ് മർക്കസ് ദഅവ വിഭാഗം. ഇനി അത് ശരിയാണെങ്കിൽ ആ ജിന്നുകളോട് തൊടുന്ന ഒരു മുജാഹിദിനെ കാണിച്ചു തരാമോ? ഒരു മൗലവി പറയാണ്, ജിന്നുകളോട് തേടുന്ന
ഒരു മുജാഹിദിനെ കാണിച്ചു തരാമോ, ഒരു സലഫിയെ കാണിച്ചു തരാമോ? അപ്പൊ ഇതിങ്ങനെ ചോദിക്കുമ്പോൾ ആളുകൾ അപ്പൊ മർക്കസ് വിഭാഗം കളവ് പറയായിരിക്കും, വാസ്തവ വിരുദ്ധം പറയുകയായിരിക്കും എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാം. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടി, അത് ശിർക്കാണല്ലോ, ഒരു സംശയമല്ല. എന്നാൽ ഒരാൾ അങ്ങനെ തേടുന്നില്ല. ഒരാൾ എന്ത് ചെയ്യുന്നില്ല? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടുന്നില്ല. പക്ഷെ അയാൾ എന്ത് വിശ്വസിക്കുന്നു? ഗുരുവായൂരപ്പനോടും തേടാം എന്ന് വിശ്വസിക്കുന്നു. അയാൾ തേടുന്നില്ല എന്നേ ഉള്ളൂ, തേടാന്ന് വിശ്വസിക്കുന്നു. ശബരിമല അയ്യപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടുന്നില്ല ഒരാൾ, പക്ഷെ അങ്ങനെ തേടാം എന്ന് വിശ്വസിക്കുന്നു. ഈ രണ്ടാളുകൾ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല പ്രിയമുള്ളവരെ. ഒരാൾ കള്ളു കുടിക്കുന്നു, കള്ളു കുടിക്കാതെ കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയുന്നു. വേറെ ആള് പറയാണ് അയാൾ കുടിക്കണമെന്നില്ല, പക്ഷെ അത് കുടിക്കാം എന്ന് പറയാണ്. അപ്പോ ഇതുപോലെയാണ് ജിന്നിനോട് തേടിയിട്ടില്ലെങ്കിലും തേടാം എന്ന് വാദിക്കുന്നത് മഹാ അപരാധമാണ്, ശിർക്കൻ വിശ്വാസമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, അതായത് ഇപ്പൊ സൗദി അറേബ്യയിലെ ആധികാരിക ഫത്വ വിഭാഗം തന്നെ അവരോടൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടിയിൽ കാണാം, അൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ലുജൂഇ ഇലൈഹിം ഫീ ഖളാഇൽ ഹാജാത്ത്. ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ജിന്നിനോടുള്ള സഹായതേട്ടവും അവരിലേക്ക് അഭയം തേടലും. മിനൽ ഇൽറാർ ബി അഹദിൻ ഔ നഫ്ഇഹി, ഒരാൾക്ക് ദ്രോഹം വരുത്താൻ അല്ലെങ്കിൽ ഉപകാരം ചെയ്യാൻ, അങ്ങനെയുള്ള ഹാജത്തുകൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള സഹായതേട്ടം, അതുപോലെ അവരോടുള്ള അഭയം തേടൽ, അത് ശിർകുൻ ഫിൽ ഇബാദ, ഇബാദത്തിലുള്ള ഷിർക്കാണ് എന്ന് അൽ ലജ്നത്തു ദായിമയുടെ ഫതാവയിൽ നമുക്ക് കാണാം. അവർ ആയത്ത് ഉദ്ധരിച്ചാ പറയുന്നത്, വെറുതെ പറയല്ല. സൂറത്തുൽ ജിന്നിൽ ആയത്ത് കൊടുത്തു, 6-ാമത്തെ ആയത്ത്, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചു. എന്ന് മാത്രമല്ല, വീണ്ടും ആയത്തെന്താ, ലഇൻ അശ്റക്ത ലയഹബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഈ രണ്ടായത്തുകൾ ഉദ്ധരിച്ചിട്ട് അവർ പറയുന്നത് അപ്പൊ ജിന്നിനോടുള്ള സഹായതട്ടം ഷിർക്കാണ്, അതിലൊരു സംശയവുമില്ല. ഇതേ സമസ്തക്കാർ ചെയ്താൽ ഷിർക്ക്, വിസ്ഡംകാർ ചെയ്താൽ ഷിർക്കല്ലാതെ അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാപട്യം നമുക്കില്ല. ഷിർക്കൻ വാക്കുകളും പ്രവർത്തികളും അത് ഷിർക്കു തന്നെ, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയോ ഇവിടെ ഈ CD ടവറുകാരുണ്ടല്ലോ, ചില ആളുകൾ വിചാരിക്കും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ കുഴപ്പം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. പത്രക്കാർ ചോദിച്ചു ഇവരുടെ പ്രസിഡന്റിനോട്, ഈ സിഹിർ ഫലിക്കുമോ, കൂടോത്രം, ആഭിചാരം. അപ്പൊ അദ്ദേഹം ഒരു നല്ല വേളയായിട്ട് എന്ത് പറഞ്ഞു, എനിക്കറിയൂല എന്ന് പറഞ്ഞു. എന്താണ് ഈ CD ടവർ മുജാഹിദ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പടപുരുതി പടർന്നു പന്തലിച്ച പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയാണ് സിഹിർ ഫലിക്കുമോ എന്ന് എനിക്കറിയൂല. എന്താണ് ഈ സിഹിർ? കോഴിത്തലയും അലറിപ്പൂവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, മന്ത്രവും കെട്ടുകളും ഊത്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പിശാച് സേവ. ആ പിശാചിനെ സേവിച്ചും പൂജിച്ചും ചെയ്യുന്ന പ്രവൃത്തി, അതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കുന്നത്, അങ്ങനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്രമാത്രം ഷിർക്കാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിശാചിനെ സേവിക്കുക, പിശാചിനെ പൂജിക്കല്ലേ? പൂജ എന്ന് പറഞ്ഞ ആരാധനയാണ്. ആരാധനയുടെ വേറൊരു ഭാഷയാണ് പൂജ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ സിഹിറിൽ കൂടോത്രത്തിൽ ചെയ്യുന്നത്. ആ ഷിർക്കൻ പ്രവൃത്തി അതിന് ഫലമുണ്ടാകുമോ ഇല്ലേ എന്ന് തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിന് അറിയൂല എന്ന് പറഞ്ഞാൽ എന്ത് തൗഹീദ് പ്രസ്ഥാനം അവര്? CD ടവർ എന്താ? ആദർശപരമായ ഒരു വട്ടപൂജ്യമാണ് പ്രിയമുള്ളവര്. അതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൂടോത്രമാകട്ടെ, നീ ആഭിചാരം എന്ന് പറഞ്ഞാലും ആ അർത്ഥത്തിൽ സിഹർ എന്ന് പറഞ്ഞാലും അതിന് ഒരു ഫലവുമില്ല എന്നുള്ളതാണ്. അറേബ്യൻ നാടുകളിൽ സിഹിർ ചെയ്ത ആളുകളെ ചിലപ്പോൾ പോലീസ് പിടിക്കും, പത്രത്തിൽ വരും. ഇവിടെ കോഴിത്തലയിൽ സിഹിർ ചെയ്യുന്നുവെങ്കിൽ അവിടെ ആട്ടിൻ തലയിലാണ് സിഹിർ ചെയ്യുക, ആട്ടിന്റെ തലയുടെ ഫോട്ടോ ഒക്കെ വരും. അപ്പോ എന്തോ ആവട്ടെ, അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ കടയുടെ മുറ്റത്തോ പറമ്പിലോ ഒക്കെ ഒന്ന് കണ്ടു എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കാലുകൊണ്ട് ചവിട്ടുക. ഒരു ചുക്കും അതുകൊണ്ട് സംഭവിക്കുകയില്ല എന്ന് അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം.
എന്നാൽ ഈ CD ടവറുകാരനും വിശുദ്ധക്കാരനും ഇത് കണ്ടാൽ എന്താ വിചാരിക്കുക? അവർ പേടിക്കും. ഒരു സംശയം വേണ്ട, അവരങ്ങനെയാണ് പറയുന്നത്. നബിക്ക് സിഹിർ ബാധിച്ചില്ലേ? അതാണ് അവരുടെ ന്യായീകരണം. നബിക്ക് സിഹിർ ബാധിച്ചത് ബുഖാരിയിലുണ്ട്, അപ്പൊ അത് സത്യമാണ് എന്നാണ് അവരുടെ വിശ്വാസം. എന്റെ പ്രിയമുള്ളവരെ, ചുരുക്കി പറയുകയാണ്, സിഹിർ ബാധിക്കും എന്ന് പറയാൻ വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ചാലിയാർ പുഴ എല്ലാ ദിവസവും വാർത്തയിലുണ്ടല്ലോ. ഈ ചാലിയാറിലെ വെള്ളം മാരണം ചെയ്തവർ പെട്രോളാകട്ടെ, പെട്രോളും ഡീസലും ആക്കട്ടെ, ഇവർക്ക് ഈ മാരണമൊക്കെ ചെയ്തിട്ട് അത് ഫലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇതാ എത്രയെത്ര മലകളുണ്ട്. ഈ മലമടക്കുകൾ, വയനാടൻ മലമടക്കുകൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊക്കെ സ്വർണ്ണമാക്കട്ടെ അവര്. കഴിയൂല പ്രിയമുള്ളവരെ, സിഹിർ കൊണ്ടൊന്നും കഴിയുതാ. ഇപ്പൊ ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് ഇന്നലെ എത്രയോ ആളുകളെ കൊല ചെയ്തു. എന്തുകൊണ്ട് ആ ഇസ്രയേലിനെതിരെ ഒരു ഗൂഢോത്രം ഇവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ അതിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങളത് ചെയ്യൂല എന്ന് അങ്ങനെ പറഞ്ഞാൽ ഇവർ പറയാം. അത് ചെയ്യാൻ പാടില്ലല്ലോ. ശരി, ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്യാത്തത്? ഇസ്രയേലിനോട് എതിരുള്ള ആളുകള്, അവർക്കറിയാം ഇത് ഫലിക്കൂല, അതുകൊണ്ടൊന്നും സംഭവിക്കൂല എന്ന്. അപ്പോ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കൂ, ഈ സിഹിർ ഫലിക്കും എന്നൊക്കെ ആരുടെ വിശ്വാസാണിത്? സുന്നത്ത് ജമാഅത്തിന്റെയോ സലഫുസ് സാലിഹീങ്ങളുടെയോ വിശ്വാസമാണോ? അല്ല, ജൂത സമൂഹത്തിന്റെ, ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെ വിശ്വാസമാണ് സിഹിർ ഫലിക്കും എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 51-ാമത്തെ ആയത്ത്, അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി. എന്താ അർത്ഥം? അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് ഒരംശം നൽകപ്പെട്ടവരിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവരെന്ത് ചെയ്യുന്നു? യുഅ്മിനൂന, വിശ്വസിക്കുന്നു, ബിൽ ജിബ്തി. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹിർ എന്നാണ്. അത് നമ്മൾ നൽകുന്ന അർത്ഥമല്ല. മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അതിന് നൽകുന്ന അർത്ഥം, അൻ ഉമർ ബിൻ ഖത്താബ് അന്നഹു ഖാല അൽ ജിബ്തു അസ്സിഹർ. ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹിർ ആകുന്നു. അപ്പോ സിഹിറിൽ വിശ്വസിക്കുന്ന ആളുകൾ ആര്? വേദക്കാര്, ജൂത ക്രിസ്ത്യാനികള്. അവരുടെ വിശ്വാസ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ആളുകൾ, ആ വിശ്വാസാണ്, ആ ദുർമാർഗമാണ് ഈ CD ടവറുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിസ്ഡംകാരുമൊക്കെ. ഉമറുൽ ഫാറൂഖ് മാത്രമല്ല, വഹാകദാ റൂവിയ അൻ ഇബ്നു അബ്ബാസ് വഅബിൽ ആലിയ വമുജാഹിദ് വഅത്വാ വഇക്രിമ വസഈദ് ഇബ്നു ജുബൈർ വശഅബി വൽഹസൻ വല്ലഹാഖ് വസുദ്ദി. തഫ്സീർ ഇബ്നു കസീറില ഇതൊക്കെ കൂടുതലുള്ളത്. അതായത് സ്വഹാബികള്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ലോകം കണ്ട അഗ്രഗണ്യന്മാരായിട്ടുള്ള മുഫസ്സിർ നൽകിയിട്ടുള്ള അർത്ഥമാണ് മർകസു ദഅവ വിഭാഗം പറയുന്നത്. അതായത് വേദം നൽകപ്പെട്ട ജൂത ക്രിസ്ത്യാനികൾ അവര് സിഹറിൽ വിശ്വസിച്ചിരുന്നു. ആ മാർഗം തെറ്റിയിട്ടുള്ള ദുർമാർഗം നിറഞ്ഞ വിശ്വാസത്തിലേക്കാണ് CD ടവറുകാർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ഓർക്കുക, പ്രാർത്ഥനക്ക്, ആരാധനയ്ക്ക് ഉത്തരം ചെയ്യാൻ ആർക്കേ കഴിയുള്ളൂ? മുജീബുദ് ദഅവാത്ത്, അതാരാ? അല്ലാഹു മാത്രമാണ്. എന്നാൽ സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ച എന്ത് സംഭവിക്കുന്നു? പിശാചുത്തരം ചെയ്യുന്നവനാണെന്ന് കിട്ടും. മുജീബ് ദഅവാത്ത്, പിശാചും ശൈത്വാൻ, ആ ഒരു അർത്ഥം കൂടെ കിട്ടും ഇവരുടെ വാദപ്രകാരം. അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഅദിൽ വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈ, വളരെ കൃത്യമായി പറഞ്ഞ, അല്ലാഹുവിന് പുറമെ ഒരു ശക്തിയും ഒട്ടും ഉത്തരം ചെയ്യൂല. പക്ഷെ ഇവരെന്താ വിശ്വസിക്കുന്നത്? പിശാചിനെ സേവിച്ചാൽ ഇവർ ഈ പൂജാരി അല്ലെങ്കിൽ ജോത്സ്യനെ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന, നമ്മൾ ആലോചിക്കണം, അത് ശിർക്കൻ വാദങ്ങളാണ്, വളരെ തെറ്റായ കാര്യമാണ്. അപ്പോൾ മാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായിട്ടുള്ള ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഫാത്തിഹയുടെ തീരത്ത് അതിൻ്റെ 125-ാമത്തെ പേജിൽ വളരെ കൃത്യമായി എഴുതി, സിഹിർ ഫലിക്കും എന്നുള്ള വിശ്വാസം അത് ശിർക്കും കുഫറും നിറഞ്ഞതാണ് എന്നുള്ളത്. അതാണ് നമുക്ക് ഇന്നും പറയാനുള്ളത്. അപ്പോ ഈ CD ടവറുകാരുടെ ഇത്തരം വിശ്വാസം അത് നിസ്സാരമല്ല സഹോദരങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ വിശ്വാസം, മർകസ് ദഅവയുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ശുദ്ധമായ തങ്ക സമാനമാണ്, കലർപ്പില്ലാത്ത തൗഹീദാണ്. ഇനി നിങ്ങൾ നോക്കൂ, കണ്ണേർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കണ്ണേറുണ്ടല്ലോ, കണ്ണേർ എന്നാണ്, അതാണ് എപ്പോഴും പറയുന്നത്.
എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ണേറ് തട്ടിയാൽ അതിന് പ്രതിവിധി എന്ന് പറയുന്നത് എന്താ? അതിന് പ്രതിവിധി എന്ന് ഇവർ പറയുന്നത്, ആർക്കാണോ കണ്ണേറ് തട്ടിയത് അയാളെ കൊണ്ടുവന്നിട്ട് അയാള് കുളിച്ച കൈയും കാലും കഴുകിയ അവസാനിക്കുന്നില്ല, അടിവസ്ത്രം അത് കഴുകിയ വെള്ളം എടുത്തിട്ട് ഇദ്ദേഹത്തിന് അഭിഷേകം ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ പുറകുവശത്തോടുകൂടെ ഇതാ കേട്ടോളൂ, ഇവരുടെ ഒരു മൗലവി പറയാം. തുണിയെടുക്കുന്ന അരഭാഗം ആ ഭാഗവും കഴുകാൻ പറഞ്ഞു. എന്നിട്ട് ആ ബാധേറ്റ കണ്ണേറ് ബാധി വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളമൊക്കെ അരഭാഗം ആ ഭാഗവും കഴുകാൻ പറഞ്ഞു. എന്നിട്ട് വെള്ളമൊഴിക്കാൻ വേണ്ടി പറഞ്ഞു. ആ വെള്ളമൊക്കെ അതായത് എന്താ ഈ പറയുന്നവരില്, കണ്ണേറ് ബാധിച്ചിട്ടുള്ള വ്യക്തി, ആ വ്യക്തിയുടെ അസുഖം മാറണമെങ്കിൽ ആരുടെ കണ്ണാണോ തട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അരയുടുപ്പ് കഴുകി അത് കണ്ണേറ് തട്ടിയവൻ്റെ പുറകുവശത്തുകൂടെ മുകളിലൂടെ അങ്ങനെ ഒഴിക്കണം എന്നുള്ളതാണ്. ഇതേ മാത്രമല്ല വേറൊരു മൗലവി പറയുന്നുണ്ട്. ആ മൗലവിയുടെ സൗണ്ട് കൂടെ കേൾപ്പിച്ചാൽ വളരെ ഭംഗിയാവും കേട്ടോ. കൈകാലുകൾ കഴുകാൻ പറഞ്ഞു. ആരോട്? കൈകാലുകൾ കഴുകാൻ പറഞ്ഞു. ഫഗസല വജ്ഹഹു വയദൈഹി വമിർഫഖൈഹി വറുക്ബതൈഹി വഅത്റാഫ റിജ്ലൈഹി വദാഖിലത ഇസാരിഹി ഫീ ഖദഹി. അങ്ങനെ ഒരു പാത്രം കൊണ്ടുവന്നു. ആ പാത്രത്തിലേക്ക് തൻ്റെ മുഖം കഴുകി, അതേപോലെ തന്നെ 2 കൈകൾ കഴുകി, കൈമുട്ടുകൾ കഴുകി, അതേപോലെ തന്നെ കാൽമുട്ടുകൾ കഴുകി, അതേപോലെ തന്നെ കാലിൻ്റെ പാദത്തിൻ്റെ അറ്റം അവിടെയും കഴുകി, അതേപോലെ തന്നെ തുണി ഉടുക്കുമ്പോൾ ഉൾഭാഗത്ത് നമ്മൾ ഉടുക്കുന്ന അരയുടെ ഭാഗത്തുള്ള ആ തുണിയുടെ ഭാഗം കഴുകി, അല്ലെങ്കിൽ അരയുടെ ഭാഗം കഴുകി. അതെ, തുണിയുടെ അരഭാഗം എന്ന് പറഞ്ഞാൽ ദാഖിലത്തെ ഇസാരിഹി എന്നാണ് പ്രയോഗം. അതായത് അടിവസ്ത്രം എന്നർത്ഥം. അത് നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇത്രമാത്രം പിന്നെ AI ക്യാമറ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇത്ര അന്ധവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബുദ്ധിയും വിവരമുള്ള അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എന്താ മനസ്സിലാക്കുക? എന്നിട്ട് ഇവരെന്താ പറയുന്നത്? ഇതാണ് എന്ത് സലഫിയത്ത് എന്നാണ് പറയുന്നത്. ഇതിനെ എതിർക്കുന്നതോ അത് ചേകന്നൂരിസവും നഊദു ബില്ലാഹ്. അപ്പോൾ സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കണ്ണേറൊന്നും തട്ടൂല കേട്ടോ. ഫത്ഹുൽ ബാരിയിലടക്കം പറയുന്നത് എന്താ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് ഇന്നമാ ഹുവ ബിഖദരില്ലാഹി സാബിഖ്, അത് മുമ്പ് അള്ളാഹു വിധിച്ചത് മാത്രമാണ്. ഒരാളും നോക്കുമ്പോൾ പുതുതായി ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ലാ യുഹദിഫുഹു നാളിറു ഫിൽ മൻദൂർ, നോക്കുന്ന നോട്ടക്കാരൻ പുതുതായി ഒന്നും സംഭവിപ്പിക്കുന്നില്ല എന്നാണ്. അത് അള്ളാഹിൻ്റെ മുമ്പുള്ള ഖദറാണ്, അല്ലാതെ ഏതെങ്കിലും ആൾ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ സാധിപ്പിക്കാം. ഈ റുഖിയ ശറഇയ്യ ഉണ്ടല്ലോ, റുഖിയ ശറഇയ്യ നിങ്ങൾക്കറിയോ? ഹുസൈൻ മന്നാനി എന്ന് പറഞ്ഞിട്ട് ഈ വിസ്ഡക്കാരുടെ ഒരാളാണ്. അങ്ങനെയുള്ള ഒരു ടീമാണ്. അദ്ദേഹം 75,000 രൂപയാണ് ഒരു കൺസൾട്ടിങ്ങിന് വാങ്ങുന്നത്. ഇത് നോട്ടീസ് അടിച്ചിരുന്നു, വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. 70,000, അതുപോലെ ചില കൺസൾട്ടിങ്ങിന് 50,000. എന്തിന്? ജിന്ന് ചികിത്സക്ക്, ഖുർആൻ തെറാപ്പിക്ക്. അവർ പറയുക റുഖിയ ശറഇയ്യ എന്ന് പറയാം. അങ്ങനെ ഒരു റുഖിയ ശറഇയ്യ ഖുർആനിലോ സുന്നത്തിലുണ്ടോ? സഹീഹുൽ ബുഖാരി എടുത്താൽ ബാബു റുഖിയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റുഖിയ എന്ന് പറഞ്ഞ അധ്യായം കാണാം. അതിൽ പഠിപ്പിക്കുന്ന റുഖിയ എന്താ? നിങ്ങൾ റുഖിയ എന്ന് പറഞ്ഞാൽ രോഗം മാറാനുള്ള പ്രാർത്ഥനയ്ക്ക് പറയുന്ന അറബി വാക്കാണ്.
അതിൽ പറയുന്ന റുഖിയ എന്ന് പറഞ്ഞാൽ അതിൽ ഗ്ലൗസ് ഇല്ല, വടില്ല, പൈപ്പില്ല, ജിന്നിറങ്ങിപ്പോകാൻ കയ്യിൽ കെട്ടുന്ന നൂലില്ല. അതിലെന്താ ഉള്ളത്? ആ ഹദീസ് വായിച്ച് നിർത്താം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅബ്ബിദു ബഅദ അഹ്ലിഹി, അല്ലാഹുവിന്റെ റസൂല് തൻ്റെ ഭാര്യമാരിൽ ചിലർക്ക് രക്ഷ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. യംസഹു ബിയദിഹിൽ യുംന, അവിടത്തെ വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവും. എന്നിട്ട് വയഖൂൽ പറയും, പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതാണ് പ്രവാചകന്റെ റുഖിയ. അതിൽ എന്തില്ല, വടിയും ഗ്ലൗസും പ്രത്യേക പരിശീലനം ലഭിച്ച മൗലവിമാരും ബാഗും ഈ ഇരുണ്ട മുറിയൊന്നും ആവശ്യമല്ല. അതിൽ തേനിൽ തുപ്പണ്ട, സംസത്തിൽ തുപ്പണ്ട, മനസ്സിലായോ? ഊതിയ വെള്ളം വേണ്ടത്. അത് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെയും പല കാര്യങ്ങളും പറയാനുണ്ട്, തൽക്കാലം നിർത്തുന്നു. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആദർശപരമായിട്ട് ഏറ്റവും പരിശുദ്ധ ഖുർആനിന്റെയും സഹിഹായ തിരുസുന്നത്തിന്റെയും ആ ആഹ്വാനം, ആ താല്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുക. മറ്റെല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒട്ടേറെ വ്യതിയാനങ്ങളുണ്ട്, മാർഗഭ്രംശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തൗഹീദിൽ പോലും അതുപോലെ പ്രമാണത്തെ അട്ടിമറിക്കുന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ശക്തമായിട്ടുള്ള തൗഹീദ് പ്രബോധനം, അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതുപോലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.